പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് DCA സിലബസിലെ DTP ആൻഡ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്, അഡോബ് ഫോട്ടോഷോപ്പ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വെർഷൻ അഡോബ് ഫോട്ടോഷോപ്പ് 7. Adobe Photoshop is a software that is extensively used for graphical design and digital art. ഇന്ന് ഗ്രാഫിക്കൽ ഡിസൈൻ ഫീൽഡിലും ഡിജിറ്റൽ ആർട്ട് ഫീൽഡിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഫോട്ടോഷോപ്പ്. ഇത് വളരെ വ്യാപകമായിട്ട് ഇന്ന് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കില്ലെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പ് 7 ഉള്ള സോഫ്റ്റ്വെയർ നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ അഡോബ് ഫോട്ടോഷോപ്പ് 7 ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കമ്പ്യൂട്ടർ ഡെസ്ക് ടോപ്പ് ആണ്. നമ്മൾ നേരെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു, വിൻഡോസിന്റെ സ്റ്റാർട്ട് ബട്ടണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് മെനു വരും. ഈ കമ്പ്യൂട്ടറിനകത്ത് അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ള ഐക്കോൺ ഉണ്ട്. മൗസ് യൂസ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ആക്ടിവേറ്റഡ് ആവും. അതിൽ നമ്മൾ പഠിക്കുന്ന വെർഷൻ അഡോബ് ഫോട്ടോഷോപ്പ് 7 ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുകയാണ്. അഡോബ് ഫോട്ടോഷോപ്പ് 7 കംപ്ലീറ്റ് ആയിട്ട് ലോഡായി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അഡോബ് ഫോട്ടോഷോപ്പ് 7ന്റെ ഓപ്പണിംഗ് സ്ക്രീൻ. ഓപ്പണിംഗ് സ്ക്രീനാണിത്. ഇതിനകത്ത് ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ മെനു ബാർ ഉണ്ട്. മെനു ബാറിൽ പലതരം മെനൂസ്, ഫയല്, എഡിറ്റ്, ഇമേജ്, ലെയർ, സെലക്ട്, ഫിൽറ്റർ, വ്യൂ, വിൻഡോസ്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ടൂൾ ബാർ ഉണ്ട്. ഇവിടെ ടൂൾസിന്റെ പാനൽ, ടൂൾസിന്റെ മെനു ആണിത്. ഇതിനെയാണ് നമ്മൾ വർക്ക് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇത് വർക്കിംഗ് പാനൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് ഒരു ഫോട്ടോ എങ്ങനെ ലോഡ് ചെയ്യണമെന്ന് നോക്കാം. ടു ഓപ്പൺ ആൻ ഇമേജ് ഓർ ഫോട്ടോ ഇൻ അഡോബ് ഫോട്ടോഷോപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഫയൽ ഓപ്പൺ. മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു, ഈ ഫയലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓപ്പണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. യൂസിങ് ദി ലുക്ക് ഇൻ ബോക്സ് സെലക്ട് ദി ഫോൾഡർ ദാറ്റ് കണ്ടെയ്ൻസ് ഫോട്ടോസ്. ഈ ഓപ്പൺ ഡയലോഗ് ബോക്സിനകത്ത് ലുക്ക് ഇൻ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട്. ആ ലുക്ക് ഇൻ ബോക്സിന്റെ വലതുവശത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള പല സ്റ്റോറേജ് സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റും. ഡെസ്ക് ടോപ്പ്, നെറ്റ്വർക്ക്, ലൈബ്രറീസ്, ഓൺ ഡ്രൈവ്, ട്രാൻസെൻഡ്, ഫോട്ടോസ് അങ്ങനെ പറഞ്ഞ് ഇതിനകത്തുള്ള പല ഡ്രൈവും ആ ഡ്രൈവിനകത്തുള്ള പല ഫോൾഡേഴ്സിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാനാണ്. അതിൽ ഈ ട്രാൻസെൻഡ് എന്ന് പറഞ്ഞ ഡ്രൈവിനകത്ത് ഫോട്ടോസ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് കുറെ ഫോട്ടോസ് ഉണ്ട്. അപ്പം ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുള്ള ഫോട്ടോ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ ലുക്ക് ഇൻ ബോക്സിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഫോട്ടോസിൽ പോയി അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലുക്ക് ഇൻ എന്നുള്ളതിനകത്ത് ഫോട്ടോസ് ഉള്ള ഫോൾഡർ വന്നു. അതിന്റെ താഴെ ആ ഫോട്ടോസ് ഉള്ള ഫോൾഡറിനകത്ത് ഏതൊക്കെ ഫയൽസ് ഉണ്ട് ആ ഫയൽ കാണിക്കും. ഇതിനകത്ത് ഈ എക്സാമ്പിളിൽ 4 ഫയൽസ് ഉണ്ട്. എലിഫന്റ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഇമേജ് ഫയല്, ലയൺ, റെഡ് റോസസ്, വൈറ്റ് ലോട്ടസ്. അതിന്റെ വലതുവശത്തായിട്ട് ഓരോ ഫയലും ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, ആ ഫയൽ ടൈപ്പ് ഒക്കെ ഉണ്ട്. സപ്പോസ് ഇതിനകത്ത് വൈറ്റ് ലോട്ടസ് എന്നുള്ള ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം എന്നിരിക്കട്ടെ. ഇവിടെ നമുക്ക് 2 രീതിയിൽ ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് ആദ്യത്തെ രീതി കാണിക്കാം. ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ലോട്ടസ് എന്ന് പറഞ്ഞ ഫയലാണ്. അപ്പോൾ മൗസ് പോയിന്റർ മൂവ് ചെയ്യുക, വൈറ്റ് ലോട്ടസിനെ ഇവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അഡോബ് ഫോട്ടോഷോപ്പിൽ ആ ഒരു ഫയൽ ഓപ്പൺ ആകും.
ഇനി ഈ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ വീണ്ടും മൗസ് പോയിന്റർ ഫയലിലോട്ട് മൂവ് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതില് ക്ലോസിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഫയൽ അപ്പം ക്ലോസ് ആവും. വീണ്ടും നമുക്ക് വേറൊരു ഇമേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും ഫയലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതില് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ലുക്ക് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ആ ബോക്സ് യൂസ് ചെയ്ത് ഏത് ഫോൾഡറാണോ ഏത് ഫോൾഡറിലുള്ള പടമാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് എലിഫന്റ് എന്നുള്ള ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ ഡബിൾ ക്ലിക്ക് വഴിയാണ് ഓപ്പൺ ചെയ്തത്, എന്നാൽ ഇനി വേറെ രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാതെ ആ ഫയൽ നെയിമിൽ കൊണ്ട് സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ താഴെ ഒരു ഓപ്പൺ ബട്ടൺ ഉണ്ട്, ആ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ പടം ഓപ്പൺ ആയി. ഇതാണ് രണ്ടാമത്തെ രീതി. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഈ ഇമേജ് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നേരെ ഫയലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ഡൗൺ മെനു വരും, നേരെ മൂവ് ചെയ്യുന്നു, ക്ലോസിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു, ആ ഫയൽ. വീണ്ടും ഒന്നും കൂടെ ഈ രണ്ട് മെത്തേഡും കാണിക്കാം. ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ ഓപ്പണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ലുക്ക് ഇൻ ബോക്സ് യൂസ് ചെയ്ത് ഫോൾഡറിലോട്ട് പോവുക. ഫോൾഡറിനകത്ത് ഇമേജസ് കാണും. ഇമേജ് റെഡ് പ്രോസസ് ആണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണമെങ്കിൽ റെഡ് പ്രോസസ്സിൽ കൊണ്ടുവരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പടം ഓപ്പൺ ആവും. ഇനി ഒരു പടം ഓൾറെഡി ഓപ്പൺ ആയി, അതിന്റെ കൂടെ തന്നെ വേറെ പടം ഓപ്പൺ ആക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യാതെ വീണ്ടും ഫയലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ലയൺ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോകുവാണ്. നോക്കണ്ട, ലയണം വന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പം രണ്ട് വിൻഡോയിലായിട്ട്, ആദ്യത്തെ വിൻഡോയില് പ്രോസസ്സും രണ്ടാമത്തെ വിൻഡോയില് ലയൺ. ഇനി വീണ്ടും നമുക്ക് വീണ്ടും ഒരു പടം കൂടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അടുത്ത വൈറ്റ് ലോട്ടസ് ആണെങ്കിൽ വൈറ്റ് ലോട്ടസ് സിംഗിൾ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും നമുക്ക് ഡ്രാഗ് ചെയ്ത് അത് ഏതെങ്കിലും പൊസിഷനിൽ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ നമ്മൾ 3 വിൻഡോയിലായിട്ട്. ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പൊ സപ്പോസ് വൈറ്റ് ലോട്ടസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ വിൻഡോ അത് സെലക്ട് ചെയ്തു, ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ്. അത് അടുത്ത റെഡ് റോസ് ആണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ വിൻഡോ സെലക്ട് ചെയ്തു, ആ സെറ്റ് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, അപ്പൊ ആ വിൻഡോ സെലക്ട് ആവും. ഫയലിൽ പോയി പിന്നെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പൊ അത് ക്ലോസ് ആവും. ലാസ്റ്റ് ഈ ലയൺ എന്നുള്ള ആ പടവും ക്ലോസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ആ പടം മാത്രമേ ഉള്ളൂ, ഫയലിൽ ക്ലിക്ക് ചെയ്യുക, നേരെ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയും, ഓപ്പൺ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ സിംഗിൾ ക്ലിക്ക് ഓപ്പൺ ബട്ടൺ, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക്. ഈ രണ്ട് രീതിയിൽ നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പിൽ ഇമേജസ് ഓപ്പൺ ചെയ്യാം. ഇനി വീണ്ടും അടുത്ത ഒരു ഫയൽ എങ്ങനെ സേവ് ചെയ്യണം നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പടം ഓപ്പൺ ചെയ്യാം. ഫയല്, ഓപ്പൺ, ലയൺ, ഓപ്പൺ. ഇനി ഇതെനിക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ഉള്ള കമാൻഡ് ഫയൽ സേവ് ആസ്. നേരെ ഫയലിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് സേവ് ആസ്. സേവ് ആസ് എന്നുള്ള ഡയലോഗ് ബോക്സ് അതിനകത്ത് ഇപ്പം നേരത്തെ നമുക്കറിയാം ലയൺ എന്നുള്ളത് ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനകത്താണ് ഉണ്ടായിരുന്നത്. ഇനി എനിക്കത് വേറൊരു സ്ഥലത്ത് സേവ് ചെയ്യണം. ഞാൻ നേരെ ഇതിൽ ക്ലിക്ക് ചെയ്തു, ഇതേ ട്രാൻസിറ്റ് ഡ്രൈവിൽ പോയി. അതിനകത്ത് എനിക്ക് നോട്ട്സ് എന്നുള്ള ഫോൾഡർ സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ. നോട്ട്സ് ചൂസ് ചെയ്തു, എന്നിട്ട് നേരെ സേവ് ബട്ടൺ, വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഈ ഫയൽ അതിനകത്ത് സ്ലോട്ട് ആയി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫയൽ ക്ലോസ് ചെയ്യാം. ഫയൽ ക്ലോസ്. വീണ്ടും ഈ ലയണിന്റെ പടം എനിക്ക് എടുക്കണം. പക്ഷെ ഇപ്പം നമ്മൾ ലയണിന്റെ പടം രണ്ട് സ്ഥലത്തുണ്ട്. ഒന്ന് ട്രാൻസെൻഡിനകത്ത് ഫോട്ടോസ് എന്നുള്ള ഫോൾഡറിനകത്തുണ്ട്. രണ്ടാമത് നമ്മളിപ്പം ട്രാൻസെൻഡിനകത്ത് ഫോട്ടോസ് കൂടാതെ ട്രാൻസെൻഡിനകത്ത് നോട്ട്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് നോട്ട്സിനകത്ത് കിടക്കുന്ന ലയൺ എന്ന് പറഞ്ഞ പടം എടുക്കാം. വീണ്ടും ഫയൽ ക്ലിക്ക് ചെയ്യുന്നു,
ഡ്രോപ്പ് ഡൗൺ മെനു വരുന്നു. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ലുക്കിന് വന്നു. അതിനകത്ത് നമ്മൾ നോട്ട്സ് ക്ലിക്ക് ചെയ്തു. ലാൻ ഒന്നി സിംഗിൾ ക്ലിക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ. സേവ് ആസ്, നമുക്ക് സേവ് ആസ് വെച്ച് ഈ പടം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഫയൽ ക്ലിക്ക് ചെയ്യുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആസ് ഡയലോഗ് ബോക്സ് വരും. അതിൽ ഏത് ഫോൾഡറിലാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഫോൾഡർ സേവ് ഇൻ എന്ന് പറഞ്ഞ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇതിനകത്ത് നമുക്ക് ഡി ഡ്രൈവ് സേവ് ചെയ്യണം. ഡി ഡ്രൈവ് എടുത്തു. വീണ്ടും സേവ്. ഓക്കെ, വീണ്ടും ഈ ഫയൽ ക്ലോസ് ചെയ്യാണ്. ഫയല് ക്ലോസ്. ഇനി ഡി ഡ്രൈവിലുള്ള ഈ പടമാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് ഡി ഡ്രൈവ് എടുത്തു. അതിനകത്ത് ലൈനിലുള്ള ഫയലുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത് ഓപ്പൺ ആയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയൽ സേവ് ചെയ്യുന്നതും അതുപോലെ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഇമേജ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ഈസ് ദി ക്വാളിറ്റി ഓഫ് ദി ഇമേജ്. ഒരു ഇമേജിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ് റെസൊല്യൂഷൻ. ആസ് ദി റെസൊല്യൂഷൻ ഗോസ് അപ്പ് ദി ഇമേജ് ബിക്കംസ് ക്ലിയറർ. റെസൊല്യൂഷൻ കൂടുന്തോറും ഇമേജ് ക്ലിയർ ആവും. It becomes sharper, more defined and more detailed as well. This is because there is more information in the small space. In an image, there is a certain number of pixels. ഈ പടങ്ങളൊക്കെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നത് പിക്സൽസിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. പിക്സലിന്റെ ഡെൻസിറ്റി കൂടുന്തോറും പടത്തിന്റെ ക്വാളിറ്റിയും കൂടും. എന്ന് വെച്ചാൽ പടത്തിന്റെ റെസൊല്യൂഷൻ കൂടും. Resolution is sometimes identified by the width and height of the image, as well as the total number of pixels in the image. Resolution സാധാരണ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒന്നുകിൽ പടത്തിന്റെ ഹൈറ്റും വിഡ്ത്തും വെച്ചാണ്, അല്ലെങ്കിൽ ആ പടത്തിന് എത്രമാത്രം പിക്സൽസ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷനെ പറ്റിയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പില് ഒരു പടം, ലൈനിന്റെ ഒരു പടം ഫോട്ടോ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് നോക്കാം. To change the resolution of an image. Then first step, open the image in Adobe Photoshop. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒന്നും കൂടെ കാണിക്കുവാനാണെങ്കിൽ ഈ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്തു. വീണ്ടും ഫയല് ഓപ്പൺ. ഈ ലൈനിന്റെ ആണെങ്കിൽ ലൈനിന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഇമേജ് ഓപ്പൺ ചെയ്തു. ഇനി റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇമേജിനകത്ത് ഇമേജ് സൈസ്, മുകളിൽ ടൂൾ ബാറിനകത്ത് ഇമേജ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് ഇമേജ് സൈസിൽ കൊണ്ടുവന്ന് ക്ലിക്ക്. Then image size dialog box will appear. അപ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. In that dialog box, change the value of resolution in the text box resolution, which is in document size section. ഈ ഇമേജ് ഡയലോഗ് ബോക്സിനകത്ത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ചോയ്സ് ഉണ്ട് കേട്ടോ. അത് ഡോക്യുമെന്റ് സൈസ് എന്ന് പറഞ്ഞ സബ് ഫീൽഡിനകത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് 96 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. ഇത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ 96 എന്നുള്ളത് മാറ്റിയിട്ട് 150 ആക്കുവാണ്. അപ്പൊ 96 മാറ്റി 150 ആക്കി. എന്നിട്ട് ഞാൻ നേരെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പടത്തിന്റെ സൈസ് കൂടി, റെസൊല്യൂഷൻ കൂടിയപ്പോൾ ഇവിടെ സൈസ് കൂടി. ഇനി വീണ്ടും എനിക്ക് സൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതില് ഇമേജ് സൈസ് ചൂസ് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസിന്റെ ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ആദ്യം 96 ആയിരുന്നു. ഇപ്പൊ നമ്മൾ അത് ചേഞ്ച് 150 ആക്കി. വീണ്ടും അത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ 50 ആക്കാൻ പോവാണ്. സൈസ് കുറക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സൈസ് നേരത്തെ ഉള്ളതിനേക്കാളും കുറയും. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക്. വീണ്ടും സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇമേജ് സൈസ് ഡയലോഗ് ബോക്സ് വരുന്നു. ആ ഡയലോഗ് ബോക്സിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് സൈസ് എന്നുള്ള സബ് മെനുവിനകത്ത് റെസൊല്യൂഷൻ 50 മാറ്റി പഴയ വാല്യൂ ഞാൻ 96 തന്നെ ഇടുന്നു. വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഇമേജിലുള്ള റെസൊല്യൂഷൻ നമുക്ക് മാറ്റാം. അപ്പോൾ
ഒന്നുകൂടെ പറയാം. റെസൊല്യൂഷൻ മാറ്റാൻ വേണ്ടി ആദ്യം ഇമേജ് നമ്മൾ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് മെനു ബാറിൽ നിന്ന് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്ന സബ് മെനുവിനകത്ത് റെസൊല്യൂഷൻ, അതിൽ ആ ബോക്സ് സെലക്ട് ചെയ്യുക, നമ്മളെ വാല്യൂ മാറ്റുക. 75 96 മാറ്റി വീണ്ടും 75 ആക്കി, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും അതിന്റെ സൈസ്. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജിന്റെ റെസൊല്യൂഷൻ നമ്മൾ മാറ്റും. അടുത്ത ടു ചേഞ്ച് ദി സൈസ് ഓഫ് എൻ ഇമേജ് ഇൻ ഡോക്യുമെന്റ് സൈസ്. ഇപ്പൊ നമ്മൾ റെസൊല്യൂഷൻ മാറ്റി, ഇനി അതേപോലെ ഇതിനകത്ത് നേരിട്ട് സൈസ് മാറ്റാനുള്ള ഫെസിലിറ്റി ഉണ്ട്. വീണ്ടും നമ്മൾ ഈ പടം ലോഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫയൽ ക്ലോസ് ചെയ്തു, സേവ് ചെയ്തില്ല, കളഞ്ഞു. ലോഡ് ചെയ്യാൻ വേണ്ടി ഫയൽ ഓപ്പൺ, വീണ്ടും ആ പടം തന്നെ നമ്മൾ എടുക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റ് സൈസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഇമേജ് ലോഡ് ചെയ്തു, വീണ്ടും ടൂൾ മെനു ബാറിൽ ഇമേജ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു സബ് മെനു വരും, താഴോട്ട് ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിലെ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഡോക്യുമെന്റ് സൈസിനകത്ത് നേരത്തെ നമ്മൾ റെസൊല്യൂഷനിലാണ് മാറ്റം വരുത്തിയത്. ഇപ്പം ആ ഡോക്യുമെന്റ് സൈസ് എന്നുള്ള സെക്ഷനിനകത്ത് വിഡ്ത്ത്, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന വിഡ്ത്ത് 27.09 സെന്റിമീറ്ററും ഹൈറ്റ് 15.24 ആണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി, കറസ്പോണ്ടിങ് ആയിട്ട് മറ്റത് മാറിക്കോളും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം വിഡ്ത്ത് 27.09 മാറ്റി 52 ആക്കുവാണ്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് വിഡ്ത്ത് ഞാൻ 52 ആക്കിയപ്പം ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്തു 29.25. വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈസ് മാറും. വീണ്ടും ഇതേ മെത്തേഡിൽ സൈസ് വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിൽ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് സൈസിന്റെ ഡയലോഗ് ബോക്സ് വരും. ആ ഡയലോഗ് ബോക്സിൽ ഡോക്യുമെന്റ് സൈസ് എന്നുള്ളതിൽ വിഡ്ത്ത് ഇപ്പോൾ നമ്മൾ മാറ്റി 51.99 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ 26 ആക്കുന്നു. ഇപ്പം വിഡ്ത്തിൽ 26 ആക്കി ഹൈറ്റിൽ മാറ്റം വന്നു, വീണ്ടും ഓക്കെ ബട്ടൺ. ഇനി നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് മാറ്റി നോക്കാം. ഹൈറ്റ് മാറ്റി നോക്കണമെങ്കിൽ വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്തു, അതിനകത്ത് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസിന്റെ ഡയലോഗ് ബോക്സ് വന്നു, അതിനകത്ത് ഹൈറ്റ് ഞാൻ ഇപ്പം ഹൈറ്റ് 40 എന്നുള്ള മാറ്റി 35 ആക്കി. ഹൈറ്റ് 35 ആക്കിയപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് വിഡ്ത്ത് 62.22 ആയി. വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസ് കൂടി, സൈസ് വളരെയധികം കൂടി. വീണ്ടും സൈസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇമേജിലോട്ട് പോയി അത് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതില് ഇമേജ് സൈസ് എടുത്തു. ഇമേജ് സൈസ് എടുക്കുമ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഞാൻ വിഡ്ത്ത് മാറ്റിയിട്ട് 42 ആകും. അപ്പൊ വീണ്ടും സൈസിൽ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ് സൈസ് വെച്ച് മാറ്റുന്നത്. ഇനി അടുത്ത വേറെ രീതിയിൽ നമുക്ക് സൈസ് മാറ്റാം. ടു ചേഞ്ച് ദി സൈസ് ഓഫ് എൻ ഇമേജ് ഇൻ പിക്സൽ ഡയമെൻഷൻ. വീണ്ടും നമ്മൾ ഈ ഫയല് ക്ലോസ് ചെയ്യുന്നു. സേവ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ നോന്ന് കൊടുത്തു, ഓക്കെ ഫയൽ ക്ലോസ് ചെയ്തു. വീണ്ടും ആ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, വീണ്ടും ലൈൻ എന്നുള്ള കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു, പടം ഓപ്പൺ ആയി. ഇനി നമ്മൾ പിക്സൽ ഡയമെൻഷൻ മാറ്റി സൈസ് മാറ്റാൻ പോവുകയാണ്. അപ്പൊ ആദ്യം ഓപ്പൺ ആൻഡ് ഇമേജ് ഇൻ അഡോബ് ഫോട്ടോഷോപ്പ് ഇമേജ് ഓപ്പൺ ചെയ്തു. വീണ്ടും മെനു ബാറിൽ ഇമേജ് ക്ലിക്ക് ചെയ്തു, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇനി ആ ഡയലോഗ് ബോക്സിനകത്ത് ആദ്യത്തെ പിക്സൽ ഡയമെൻഷൻ. നേരത്തെ നമ്മൾ റെസൊല്യൂഷൻ നോക്കി, പിന്നെ ഡോക്യുമെന്റ് സൈസിന്റെ ഹൈറ്റും വിഡ്ത്തും നോക്കി. ഇപ്പൊ നമ്മൾ പിക്സൽ ഡയമെൻഷൻ, ആ പിക്സൽ ഡയമെൻഷനകത്തും വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. ഇപ്പോൾ കിടക്കുന്ന വിഡ്ത്ത് 1024ഉം ഹൈറ്റ് 576ഉം ആണ്. ഞാൻ ഇവിടെ വിഡ്ത്ത് 1024 മാറ്റി അതിന്റെ ഇരട്ടി 2048 ആക്കി.
അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ഒന്ന് മാറ്റുമ്പോൾ, ഇവിടെ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ വിഡ്ത്ത് മാറ്റുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈറ്റും കൂടെ മാറും. ഹൈറ്റ് 115 ആയി. ഇനി വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. വീണ്ടും പടം വലുതായി. വീണ്ടും പടത്തിന്റെ സൈസ് നമുക്ക് പിക്സൽ വെച്ച് സൈസ് കുറയ്ക്കണമെങ്കിൽ വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിനകത്ത് ഇമേജ് സൈസ് എടുത്തു. അപ്പോൾ ഇമേജ് സൈസ് ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് വിഡ്ത്ത് ഇപ്പം 768 ആക്കണമെങ്കിൽ വിഡ്ത്ത് ഞാൻ ഇപ്പം മാറ്റി 768 ആക്കും. 768. അപ്പൊ കറസ്പോണ്ടിങ് ഹൈറ്റ് മാറി. വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതേപോലെ പിക്സൽ ഹൈറ്റ് വെച്ച് മാറ്റണമെങ്കിൽ വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിനകത്ത് ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് സൈസ് ഡയലോഗ് ബോക്സ് വരും. ഹൈറ്റ് ഞാൻ 1024 ആക്കി. ഹൈറ്റ് 1024 ആക്കി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് വിഡ്ത്ത് മാറിക്കോളൂ. ഇവിടെ 1820 വന്നു. വീണ്ടും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും പടത്തിന്റെ സൈസ് മാറി. ഇനി വീണ്ടും പഴയ സൈസ് ആക്കണമെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിനകത്ത് ഇമേജ് സൈസ് എടുത്തു. അപ്പോൾ ഇമേജ് സൈസ് ഡയലോഗ് ബോക്സ് വന്നു. ആ ഇമേജ് സൈസ് ഡയലോഗ് ബോക്സിനകത്ത് വീണ്ടും നമുക്ക് 768 വിഡ്ത്ത് 768 ആക്കണമെങ്കിൽ വിഡ്ത്തിന്റെ അവിടെ സെലക്ട് ചെയ്തു, എന്നിട്ട് 768. വീണ്ടും നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ നമുക്ക് 3 രീതിയിൽ സൈസ് മാറ്റാം. ഒന്ന് റെസൊല്യൂഷൻ വെച്ച് മാറ്റാം, 2 ഡോക്യുമെന്റ് സൈസിനകത്തുള്ള ഫെസിലിറ്റി വെച്ച് മാറ്റാം, അല്ലെങ്കിൽ പിക്സൽ ഡയമെൻഷൻ വെച്ച് മാറ്റാം. അടുത്ത ഇമേജ് ടു റൊട്ടേറ്റ് ദി ഇമേജിന് 180 ഡിഗ്രി. നമ്മൾ ഇമേജ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇമേജ് റൊട്ടേറ്റ് ചെയ്യണം, കറക്കണം. ആദ്യം 180 ഡിഗ്രിയിൽ എങ്ങനെ കറക്കും? വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ആൻ ഇമേജ് അഡോബ് ഫോട്ടോഷോപ്പ്. അത് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ഇമേജ് എങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് റൊട്ടേറ്റ് ക്യാൻവാസ് അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ വലത് സബ് മെനു വരും. അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ 180 കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. 180 എന്ന് പറയുമ്പോൾ നേരെ തലകീഴായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും 180 റൊട്ടേറ്റ് ചെയ്യിച്ചാലോ വീണ്ടും പഴയ ഇമേജ് കിട്ടും. വീണ്ടും ചെയ്യിക്കാൻ വേണ്ടി ഇമേജിലോട്ട് പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ഡൗൺ മെനു വരുന്നു, റൊട്ടേറ്റ് ക്യാൻവാസിലോട്ട് പോകുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് റൈറ്റ് സൈഡ് ഒരു മെനു വരും, അതിൽ വീണ്ടും 180 കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇമേജ് നമുക്ക് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇനി ടു റൊട്ടേറ്റ് ദി ഇമേജ് ഇൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. നിങ്ങൾക്ക് റൊട്ടേഷൻ വരുമ്പോൾ ശരിക്കും നമുക്ക് 2 ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാം, കൗണ്ടർ ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാം. CW എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് കറക്കുന്നതിനാണ് ക്ലോക്ക് വൈസ്, ഇടത്തോട്ട് കറക്കുന്നതിനാണ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ടു റൊട്ടേറ്റ് ദി ഇമേജ് ഇൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ നമുക്ക് എങ്ങനെ ഇമേജ് കറക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ റൊട്ടേറ്റ് ക്യാൻവാസിലോട്ട് പോയി അതിൽ 90 ഡിഗ്രി CW മീൻസ് ക്ലോക്ക് വൈസ്. 90 ഡിഗ്രി പടം വരും. അപ്പൊ ഇനിയും 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ചെയ്താൽ നേരത്തെ നമ്മൾ ചെയ്ത 180യുടെ തലകീഴായിട്ട് വരും. വീണ്ടും നമുക്ക് നോക്കാം. ഇമേജ് ക്ലിക്ക് ചെയ്തു, റൊട്ടേറ്റ് ക്യാൻവാസിൽ പോയി വീണ്ടും 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പൊ ഇനിയും 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ചെയ്താലോ ഇത് വീണ്ടും 90 ഡിഗ്രി വലത്തോട്ട് തിരിയും. ഇമേജ് ക്ലിക്ക് ചെയ്തു, റൊട്ടേറ്റ് ക്യാൻവാസിൽ പോയി 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഇനി ഒരു പ്രാവശ്യം 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ചെയ്താൽ വീണ്ടും നമുക്ക് പഴയ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ കിട്ടും. ഇമേജ് ക്ലിക്ക് ചെയ്തു, റൊട്ടേറ്റ് ക്യാൻവാസ് എടുത്തു, 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. ഇതാണ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. വലത്തോട്ട് നമ്മൾ 90 ഡിഗ്രി വെച്ച് കറക്കി. ഇനി നേരെ തിരിച്ച് ഇടത്തോട്ട് ടു റൊട്ടേറ്റ് ദി ഇമേജ് ഇൻ 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്, അതിന് CCW എന്ന് പറയും. വീണ്ടും ഇമേജ് സെലക്ട് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിനകത്ത് റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി CCW കൗണ്ടർ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ വലത്തോട്ട് കറങ്ങും. അപ്പൊ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് കറങ്ങും, ഇടത്തോട്ട് 90 ഡിഗ്രി. അപ്പൊ ഇനിയും 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് എടുത്തിയാൽ വീണ്ടും 180 ഡിഗ്രിയുടെ എഫക്റ്റ് വരും. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇനി വീണ്ടും 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ ആവും.
എന്ന് പറഞ്ഞാൽ ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കയറി കഴിയുമ്പം നമ്മളെ ഒറിജിനൽ പൊസിഷനിലെത്തും. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ്. വലത്തോട്ട് കറക്കാൻ വേണ്ടി ക്ലോക്ക് വൈസും ഇടത്തോട്ട് കറക്കാൻ വേണ്ടി കൗണ്ടർ ക്ലോക്ക് വൈസും. ഇനി ടു റൊട്ടേറ്റ് ദി ഇമേജ് ആർബിട്രറി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പൊ നമ്മൾ 90 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി വെച്ച് കറക്കി. ഇനി നമുക്ക് പറയുന്ന ആംഗിളിൽ കറക്കാൻ പറ്റും. ടു റൊട്ടേറ്റ് ദി ഇമേജ് ആർബിട്രറി ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. വീണ്ടും ഇമേജ് ഓപ്പൺ ചെയ്ത് കിടക്കുവാണ്. വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്തു, റൊട്ടേറ്റ് ക്യാൻവാസിലെടുത്തി, അതിനകത്ത് ആർബിട്രറി ആംഗിളിലേക്ക്. ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ട് 20 കിടക്കുവാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്താൽ ഈ പടത്തിന് 20 ഡിഗ്രി, ഇപ്പം 20 ഡിഗ്രി ക്ലോക്ക് വൈസ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ 20 ഡിഗ്രി ഒരു ക്ലോക്ക് വൈസ്. ഓക്കെ, 20 ഡിഗ്രി. ഇനി ഈ പടത്തിന് വീണ്ടും 15 ഡിഗ്രി വലത്തോട്ട് തിരിക്കണമെങ്കിൽ, വീണ്ടും 15 ഡിഗ്രി വലത്തോട്ട് തിരിക്കണമെങ്കിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു, റൊട്ടേറ്റ് ക്യാൻവാസ് എടുക്കുന്നു, ആർബിട്രറി എടുക്കുന്നു, 15 എന്നുള്ളത് 20 എന്നുള്ളത് മാറ്റി 15 ആക്കുന്നു, ക്ലോക്ക് വൈസ് എടുക്കുന്നു. ഓക്കെ. ഇനി അപ്പൊ ഇപ്പൊ നമ്മള് 20 ഡിഗ്രി ആദ്യം വലത്തോട്ട് തിരിച്ചു, പിന്നെ 15 ഡിഗ്രി വലത്തോട്ട്, എന്നുവെച്ചാൽ ഇപ്പൊ മൊത്തം 35 ഡിഗ്രി വലത്തോട്ട് തിരിച്ചു. അപ്പൊ ഇനി 35 ഡിഗ്രി ഇടത്തോട്ട് തിരിച്ചാലോ പഴയ പോർഷനിൽ. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ് ആർബിട്രറി 35 എന്ന് കൊടുത്തു, ഇടത്തോട്ട് തിരിക്കാൻ വേണ്ടി കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, പഴയ പോലെ. അപ്പൊ ഈ ആർബിട്രറി വെച്ച് നമുക്ക് പടം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ ക്ലോക്ക് വൈസിൽ CW ഓപ്ഷൻ കൊടുത്ത ക്ലോക്ക് വൈസിലും CCW ഓപ്ഷൻ കൊടുത്ത കൗണ്ടർ ക്ലോക്ക് വൈസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പോർഷൻ ഫ്ലിപ്പ്. ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. വീണ്ടും നമ്മൾ പടവിനകത്തേക്കാണ്. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യേണ്ടതെങ്കിൽ സേവ് ചെയ്യാം. വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫയല് ഓപ്പൺ, വീണ്ടും നമ്മൾ പഴയ പടം നമ്മൾ വീണ്ടും റീലോഡ് ചെയ്തു. ഇനി ക്യാൻവാസ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. ഇമേജ് എടുക്കുന്നു, റൊട്ടേറ്റ് ക്യാൻവാസ് എടുക്കുന്നു, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായ? വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ്, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് തിരിച്ചു, ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ തിരിച്ചു. ഒന്നുകൂടെ കാണിക്കാം. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ്, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. വീണ്ടും ഒന്നും കൂടെ ചെയ്താൽ ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ്, അതിനകത്ത് ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ. ഇപ്പം ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. ഇനി ഇതേപോലെ വെർട്ടിക്കലായിട്ട് തിരിക്കാം. ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ്, ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ. വീണ്ടും ഇമേജ് റൊട്ടേറ്റ് ക്യാൻവാസ്, ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കലായിട്ട് തിരിക്കാൻ വേണ്ടി ക്യാൻവാസ് വെർട്ടിക്കലും, ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കാൻ വേണ്ടി ക്യാൻവാസ് ഹൊറിസോണ്ടൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് എന്നുള്ള നിലയ്ക്ക് അവിടെ ഫോട്ടോഷോപ്പ്. അപ്പം ഇന്ന് നിങ്ങൾ ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് ഒരു ഇമേജ് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ലോഡ് ചെയ്യുമെന്ന് നോക്കി, അത് കഴിഞ്ഞ് ഇമേജ് എങ്ങനെ സേവ് ചെയ്യുന്നു നോക്കി, അതിനുശേഷം ഇമേജിന്റെ റെസൊല്യൂഷൻ എങ്ങനെ നമ്മൾ മാറ്റുന്നു, പിന്നെ ഡോക്യുമെന്റ് സൈസിനകത്ത് വെച്ച് സൈസ് എങ്ങനെ മാറ്റുന്നു, പിക്സൽ ഡയമെൻഷൻ യൂസ് ചെയ്ത് സൈസ് എങ്ങനെ മാറ്റുന്നു, പിന്നെ ഒരു ഇമേജ് 180 ഡിഗ്രി ക്ലോക്ക് വൈസിലും കൗണ്ടർ ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുന്നു. 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, പിന്നെ 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസിലും കൗണ്ടർ ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ ആർബിട്രറി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ കൊടുത്ത് ക്ലോക്ക് വൈസിനെ കൗണ്ടർ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ ഫ്ലിപ്പ് ക്യാൻവാസ് റിസൾട്ട് വെച്ച് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും എങ്ങനെ ഇമേജിനെ നമുക്ക് കറക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ബാക്കി ഇതിന്റെ കണ്ടിന്യൂഷൻ പോർഷൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.